നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് റെഡിയാക്കി എടുത്താലോ. ഞാനിവിടെ തൊലിയില്ലാത്ത നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയുള്ളതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ തൊലിയില്ലാത്ത നുറുക്ക് ഗോതമ്പാണ്. അത് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകിയ വെള്ളമെല്ലാം നന്നായി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് അളവ് നുറുക്ക് ഗോതമ്പത്തിന് 1.5 കപ്പ് അളവ് വെള്ളം എന്ന രീതിയിലാണ് അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അളവ് നുറുക്ക് ഗോതമ്പ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ 3 കപ്പ് അളവാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് അളവ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം നമുക്ക് ആ കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുമാവിന് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും കേട്ടോ നല്ല ഫ്ലേവർ തരുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവിന് നല്ലൊരു സ്വാദ് കിട്ടും. നെയ്യും കൂടി നന്നായി മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം കഴുകി മാറ്റി വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ചെറിയ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സവാളയാണ്, ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1/2 കപ്പ് അളവ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നുറുക്ക് ഗോതമ്പ് ഒന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. പാകത്തിനുള്ള വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് റെഡിയായി. ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈം നമുക്ക് ഉപ്പ് വല്ലതും കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് ഇന്ന് തന്നെ നിങ്ങളെല്ലാം റെഡിയാക്കി നോക്കില്ലേ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുതേ.